ഗുഡ് ആഫ്റ്റർനൂൺ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്ന 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലെ പൗരന്മാർ ഇന്നേക്ക് 10ാം നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. പരസ്യ പ്രചാരണത്തിന് ഈ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലുള്ളത് 8 ദിനങ്ങൾ മാത്രം. പരമാവധി വോട്ടുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളും അണികളും എത്തിയിരിക്കുന്നു. ഒപ്പം അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ താരപ്രചാരകരെ നേരിട്ടെത്തിച്ച് കളം പിടിക്കാനാകും ഓരോ പാർട്ടികളും ഇനി ശ്രമിക്കുക. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഇനി 16 ദിവസമുണ്ട് വോട്ടെടുപ്പിന്. പ്രചാരണാവേശം കൊടിമുടി കയറുമ്പോൾ വാക്പോരുകൾക്കും ചൂടേറുകയാണ്. അവസാന 15 ദിനത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടി വിട്ട് നിരവധി പേർ കൂടുമാറുന്ന കാഴ്ചയും സംസ്ഥാനത്ത് കാണുന്നു. ഏറ്റവും പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പ്രത്യേക ബുള്ളറ്റിൻ 24 ഇലക്ഷൻ തുടങ്ങുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. വാർത്തകളിലേക്ക് വിശദമായി കിടക്കുന്നു. കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയവർക്ക് സ്വീകരണ വേദിയായത് തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരം. പത്മജ വേണുഗോപാൽ മുൻകൈയെടുത്ത് BJPയിലേക്ക് എത്തിച്ച 50ഓളം പേർക്കാണ് കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തോട് ചേർന്ന് സ്വീകരണമൊരുക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസുകാരെ BJPയിൽ എത്തിക്കാൻ താൻ മുന്നിട്ടിറങ്ങുമെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞു. ചരിത്രത്തിലാദ്യമായാണ് പൂങ്കുന്നത്തെ മുരളി മന്ദിരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വേദിയാകുന്നത്. അതും കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയവർക്കുള്ള സ്വീകരണം. കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളടക്കം 50 പേരാണ് BJPയിലെത്തിയത്. പത്മജ വേണുഗോപാൽ മെമ്പർഷിപ്പ് നൽകി പ്രവർത്തകരെ സ്വീകരിച്ചു. കൂടുതൽ കോൺഗ്രസുകാരെ താൻ മുൻകൈയെടുത്ത് BJPയിൽ എത്തിക്കുമെന്ന് പത്മജയുടെ പ്രഖ്യാപനം. ഈ പറഞ്ഞവരെന്നെ വരുമല്ലോ, ഞാൻ അവർക്ക് കൊടുക്കുന്ന പൈസ ഇതൊന്നുമല്ല, എന്റെ സ്നേഹ കൊടുത്തിട്ടില്ല. ആ സ്നേഹം അവർ തിരിച്ചറിഞ്ഞ അവർ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ എന്റെ അടുത്ത് ആര് തടഞ്ഞാലും. കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പ്രാർത്ഥന നടത്തിയാണ് BJP നേതാക്കളും പ്രവർത്തകരും മടങ്ങിയത്. 24 തൃശൂർ. മുരളി മന്ദിരത്തിലെ BJP പരിപാടിക്ക് മറുപടിയുമായി തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെ രംഗത്തെത്തി. അമ്മയുടെ ഓർമ്മദിനത്തിൽ പത്മജ വേണുഗോപാൽ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തൃശൂരിൽ BJPയുടെ പണി തീർക്കുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. അമ്മയുടെ ഓർമ്മദിനത്തിൽ ഇന്ന് ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അത് വളരെ ദൗർഭാഗ്യകരമായി പോയി. അമ്മയുടെ ഓർമ്മദിനം ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയാക്കിയിട്ടില്ല. അതുവരെ കോൺഗ്രസ് DCC എല്ലാ വർഷവും ഓർമ്മദിനം ആചരിച്ചിട്ടുണ്ട്. അന്ന് പോലും രാഷ്ട്രീയം അവിടെ പറഞ്ഞിട്ടില്ല. എന്താണ് ഇന്ന് നടന്നതിനെ കുറിച്ച് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ് ഇന്നുണ്ടായത്. ഏതായാലും അത് ഭാവിയിൽ ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിക്കും. കാരണം 26 വരെ ഞാൻ ആത്മസമരം ഭരിക്കാൻ, 26 കഴിയട്ടെ. കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ BJPയിൽ എത്തിക്കാൻ ഒരാളെ പോലും കിട്ടില്ല. ഈ പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നതോടെ തൃശ്ശൂര് ഈ സാധനത്തിന്റെ പണി തീർന്നിരിക്കും, പണി തീർക്കും. കോൺഗ്രസിലുള്ളവർ തന്നെ അങ്ങേ പിന്നിൽ നിന്ന് കുത്തും. ഞാൻ നോക്കിക്കോളാം. ഞാൻ കുറെ കാലമായി തുടങ്ങിയിട്ട്, അതായത് ഇന്നലെ കെട്ടിയിറങ്ങി വന്നതല്ല. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വിൻ, പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തിയതോടുകൂടി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കുടുംബക്കാര്യം കൂടിയാണ്. അവിടെ UDFനായി മത്സരിക്കുന്നത് സഹോദരൻ കെ മുരളീധരനാണ്. ഇന്നിപ്പോൾ BJPയിൽ എത്തിച്ച 50ഓളം കോൺഗ്രസ് പ്രവർത്തകർ, അതും മുരളി മന്ദിരത്തിൽ വെച്ച്, ആ ചടങ്ങിനെതിരെ വലിയ വിമർശനമാണ് കെ മുരളീധരൻ ഉയർത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി വികാരപരമായി അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. അമ്മയുടെ ഓർമ്മദിനത്തിൽ പത്മജ ചെയ്തത് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് പുതിയ സംഭവവികാസങ്ങൾ അവിടെ രാഷ്ട്രീയമായി ചർച്ചയാകുന്നത്? അത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ അശ്വിൻ? തെരഞ്ഞെടുപ്പിനെ തീർച്ചയായും ബാധിക്കുന്ന ഒരു ഇടപെടലാണ് ഇന്നുണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് മുരളി മന്ദിരത്തിൽ BJPയുടെ പരിപാടി നടന്നു എന്നുള്ളത്. അത് കെ മുരളീധരനിലേക്ക് വരുമ്പോൾ അത് വ്യക്തിപരമായുള്ള തിരിച്ചടി കൂടിയാവുകയാണ്. ഇത്രയും കാലം ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ വികാരപരമായ ഒരിടമാണ് ഈ മുരളി മന്ദിരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു ഇടത്ത് ഇക്കാലം അത്രയും കാണാത്തൊരു രാഷ്ട്രീയ മാറ്റമാണ് ഇന്നുണ്ടായത്. പെട്ടെന്നൊരു ദിവസം 50 പ്രവർത്തകരെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് BJPയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് സ്വീകരണമൊരുക്കുന്നത് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന രാഷ്ട്രീയ ഇടം കൂടിയായിരുന്ന മുരളി മന്ദിരത്തിൽ അതിന് വേദിയൊരുക്കുക, അത്
മുരളി മന്ദിരത്തിൽ നിന്ന് മാത്രമല്ല കെ മുരളീധരന്റെ സ്മൃതി കുടീരത്തിനോട് ചേർന്നാണ് ഈ വേദി ഒരുക്കിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്രയും കാലം കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ മാത്രം കേട്ടിരുന്ന ആ മുരളി മന്ദിരത്തിൽ ഇന്ന് BJPയുടെ ജയ്ബോല വിളികൾ കൂടി കേൾക്കുകയുണ്ടായി. അങ്ങനെ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർക്ക് വൈകാരികമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത് തെരഞ്ഞെടുപ്പിൽ ആർക്കു ഗുണകരമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ പരിപാടിക്കെതിരെ മുരളീധരൻ നേരിട്ട് തന്നെ പ്രതികരണം നടത്തിയിട്ടുമുണ്ട്. അവരുടെ അമ്മയുടെ ഓർമ്മദിനമാണ് ഇന്ന്. ആ ഓർമ്മദിനത്തിൽ മുരളി മന്ദിരം ഒരു രാഷ്ട്രീയ വേദിയാക്കിയത് പൊറുക്കാനാവാത്ത തെറ്റാണ് എന്നാണ് മുരളീധരൻ അടിവരയിട്ട് പറയുന്നത്. ഓരോ ഓർമ്മദിനത്തിലും കോൺഗ്രസ് തന്നെ ഓർമ്മ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. അന്ന് പോലും ഒരു രാഷ്ട്രീയ ഇടപെടൽ ആ വീട്ടിൽ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ഓർമ്മദിനത്തിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് ഒരു BJP പ്രവർത്തകർ അവിടേക്ക് ക്ഷണിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയത് തെറ്റാണ്. അത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടൽ താൻ നടത്തുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഒപ്പം 26-ന് ശേഷം കൂടുതൽ പ്രതികരണം, അതുവരെ ആത്മസംയമനം പാലിക്കും എന്നും മുരളീധരൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും 26-ന് ശേഷം എന്താണ് മുരളീധരൻ ഇക്കാര്യത്തിൽ പറയുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണി തോൽക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും. കേരളത്തിൽ BJPയുടെ സുവർണകാലം കഴിഞ്ഞു. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയോട് തന്നെ കൊണ്ട് ചരിത്രം പറയിപ്പിക്കരുത് എന്നും AK ആന്റണി വെല്ലുവിളിച്ചു. എന്നാൽ പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നായിരുന്നു അനിൽ ആന്റണിയുടെ മറുപടി. മകൻ അനിൽ ആന്റണിയുടെ BJP പ്രവേശനത്തെ നേരത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇതാദ്യം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ജയിക്കാൻ പാടില്ലെന്ന് AK ആന്റണി. എനിക്ക് പാർട്ടി തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. അതാണ് AK ആന്റണി കോൺഗ്രസ് ആണ്. എൻ്റെ മതം കോൺഗ്രസ് ആണ്. 20 സീറ്റിലും BJP 3-ാം സ്ഥാനത്താകുമെന്ന് AK ആന്റണി പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കളുടെ BJP പ്രവേശനത്തിൽ മക്കളെക്കുറിച്ച് തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്നായിരുന്നു മറുപടി. മക്കളെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ആ ഭാഷ ഞാൻ ശീലിച്ചിട്ടില്ല. ആ ഭാഷ എന്റെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് സംസാരിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെയും AK ആന്റണി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഭരണഘടനയെക്കുറിച്ച് മുഖ്യമന്ത്രി വാതോരാതെ സംസാരിക്കുകയാണ്. ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും AK ആന്റണി. ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയ അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല. ഭരണഘടന ഉണ്ടാക്കിയതിൽ പങ്കില്ലെന്ന് മാത്രമല്ല, ഭരണഘടന ഉണ്ടാക്കുന്നതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പിണറായി വിജയ അങ്ങയുടെ പാർട്ടിയുടെ പൂർവികന്മാർ. കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് മതസ്പർദ്ധ വളർത്താനെന്നായിരുന്നു AK ആന്റണിയുടെ നിലപാട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഈ വിഷയത്തിൽ, ഈ പ്രതികരണത്തിൽ AK ആന്റണിക്ക് മറുപടി നൽകിയ മകൻ അനിൽ ആന്റണി എന്ത് പറഞ്ഞു നോക്കാം. താൻ തോൽക്കണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണ്. അച്ഛന്റെ രാഷ്ട്രീയം കാലഹരണപ്പെട്ടു. AK ആന്റണിയുടെ ആഹ്വാനം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ തള്ളിയതുപോലെ ജനം ഇത്തവണയും തള്ളുമെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ വേറെ, രാഷ്ട്രീയം വേറെ. ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ വളഞ്ഞു. അദ്ദേഹം എൻ്റെ പിതാവാണ്, എനിക്ക് വളരെ ബഹുമാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. ഇതൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലാതെ കുടുംബകാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായി അറിയാം. മോദിജി 3-ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും. ശ്രീ AK ആന്റണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്, എൻ്റെ പിതാവാണ്. പക്ഷേ 2014 തൊട്ട് ശ്രീ AK ആന്റണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഈ കോൺഗ്രസ്സുകാരൊക്കെ അവസാനമായിട്ടൊരു തെരഞ്ഞെടുപ്പ് ജയിച്ചെന്നാണ്. ഇവരെ എല്ലാം ഇന്ത്യൻ ജനത പിന്നെയും ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ല. എന്നിട്ട് ഇനി ഇപ്പോൾ പറഞ്ഞതിന് എന്ത് പ്രസക്തി? കഴിഞ്ഞ 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പത്തനംതിട്ടയിൽ അച്ഛനും മകനും വാക്പൂരിൽ
കടുപ്പിക്കുന്നുണ്ട്. ജയം ഉറപ്പെന്ന് അനിൽ ആന്റണി പറയുന്നു. പക്ഷേ മകൻ തോൽക്കുമെന്ന് AK ആന്റണി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാതിയിൽ ഇടപെട്ടിരിക്കുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യവാങ്മൂലത്തിലെ വിവരങ്ങളിൽ പൊരുത്തക്കേട് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ നടപടി. AV ജയശങ്കർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ജയശങ്കർ, കോൺഗ്രസ് നൽകിയ പരാതിയാണ്, അതിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇടപെടൽ വരുന്നു. എന്താണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം? അതായത് രാജീവ് ചന്ദ്രശേഖർ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ പൊരുത്തക്കേടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നിലവിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നൽകിയിരുന്ന പരാതി രാജീവ് ചന്ദ്രശേഖർ തന്റെ സ്വത്ത് വിവരം ഉൾപ്പെടെ മറച്ചുവെച്ചുവെന്നാണ്. ഈ പരാതിയിലാണ് നിലവിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ CBDTക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പരിശോധന ആരംഭിച്ചതായാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 125 പ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ പരാതിയാണ്. സംസ്ഥാനത്ത് LDF ഉൾപ്പെടെ സമാനമായ പരാതി ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ പരാതിയിലാണ് നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും. ശരി, AV ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. വെൽക്കം ബാക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ തുടരുകയാണ്. 24 ഇലക്ഷനിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹിയിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ പ്രതിഷേധം തുടരുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത നേതാക്കളാണ് മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തുന്നത്. TMC നേതാക്കൾക്ക് പിന്തുണ അറിയിക്കാനെത്തിയ ഡൽഹി മന്ത്രി സൗരഭ് ഭരദ്വാജിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷവും കേന്ദ്ര ഏജൻസികളെ BJP സർക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാരോപിച്ചും കേന്ദ്ര ഏജൻസി തലവന്മാരെ ഉടൻ മാറ്റണമെന്നാവശ്യപ്പെട്ടും ആരംഭിച്ച 24 മണിക്കൂർ പ്രതിഷേധം തുടരുകയാണ് TMC നേതാക്കൾ. ഡൽഹി മന്ദർമാർഗ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ ഡെറിക് ഒബ്രിയാന്റെ നേതൃത്വത്തിൽ ഇന്ന് ധർണ നടക്കുകയാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തു നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ രാത്രി തന്നെ പോലീസ് വിട്ടയച്ചുമെങ്കിലും പിരിഞ്ഞുപോകാൻ നേതാക്കൾ തയ്യാറായില്ല. ആം ആദ്മി നേതാവും ഡൽഹി മന്ത്രിയുമായ സൗരഭ് ഭരദ്വാജ് TMC നേതാക്കൾക്ക് പിന്തുണയറിയിക്കാനെത്തിയെങ്കിലും ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിച്ചില്ല. തുടർന്ന് മതിലിന് പുറത്തുനിന്ന് സൗരഭ് ഭരദ്വാജ് TMC നേതാക്കളുമായി സംസാരിച്ചു. പോലീസ് സ്റ്റേഷൻ രാഷ്ട്രീയ നാടകത്തിന് വേദിയാക്കരുത് എന്നും ഉടൻ പിരിഞ്ഞു പോകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്തതിനെതിരെ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ TMC പ്രതിനിധികൾ ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെ കണ്ട് പരാതി നൽകിയിരുന്നു. 24 ഡൽഹി. ഇനി മഹാരാഷ്ട്രയിലേക്കാണ്. ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകി മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡിയിൽ സീറ്റ് ധാരണ പൂർത്തിയായി. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം 21 സീറ്റിലും കോൺഗ്രസ് 17 സീറ്റിലും NCP 10 സീറ്റിലും അവിടെ മത്സരിക്കും. അതേസമയം പൗരത്വ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. ആഴ്ചകളായി നീളുന്ന ചർച്ചകൾക്ക് ശുഭ പര്യവസാനം. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് 21 കോൺഗ്രസിന് 17 NCPക്ക് 10 സീറ്റുകൾ എന്നതാണ് ഫോർമുല. വഞ്ചിത് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കറെ രാജ്യസഭാ സീറ്റ് നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് വേഗത്തിലാക്കി. അതേസമയം പ്രതിപക്ഷ നിരയുടെ രാഷ്ട്രീയ നിലപാടുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും രംഗത്തെത്തി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നീക്കങ്ങളിൽ നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് കുറ്റപ്പെടുത്തൽ. രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര സൂചന നൽകി. റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെ മത്സരിക്കാൻ പ്രവർത്തകർ നിർബന്ധിക്കുന്നുവെന്നാണ് പ്രതികരണം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ BRS തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഹൈദരാബാദിലെ റാലിയിൽ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആക്ഷേപം. 24 ഡൽഹി. ഓരോ തെരഞ്ഞെടുപ്പ് പിന്നിടുമ്പോഴും വോട്ടർമാരുടെ എണ്ണം കുറയുന്ന പ്രദേശമുണ്ട് അങ്ങ് വയനാട്ടിൽ. നൂൽപ്പുഴ പഞ്ചായത്തിലെ ചെട്യാലത്തൂരിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ കുടുംബങ്ങൾ നാടൊഴിയുകയാണ്. കഴിഞ്ഞ തവണ 500ഓളം വോട്ടുകൾ ഉണ്ടായിരുന്നിടത്ത് ഇക്കുറി വോട്ട് ചെയ്യുന്നത് 135 പേരാണ്.
കൊടുങ്കാടിന്റെ ഒത്ത നടുവിൽ ഒരു ഗ്രാമം, അവിടെ ഒരു വിദ്യാലയം, ചെട്ടിയാലത്തൂർ സർക്കാർ LP സ്കൂൾ. ഇത് ഒരു പോളിംഗ് ബൂത്താണ്. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ 102 നമ്പർ പോളിംഗ് ബൂത്ത്. ഇവിടെ ആകെ വോട്ട് ചെയ്യാനെത്തുന്നവർ 135 പേർ. നേരത്തെ 500-ലധികം ആളുകൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി വഴി ആളുകൾ ഈ ഗ്രാമത്തെ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങളൊരു 100 ചില്ലറ വോട്ട് 160-165 വോട്ടായിട്ട്. ഇപ്പോൾ പുതിയ വോട്ടർമാരെ ചേർക്കാനില്ല, 2-3 പേരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ആളുകൾ കുറഞ്ഞു പോവുക. ഞങ്ങളിപ്പോൾ 7 ജനറൽ കുടുംബം ഇവിടെ ഉണ്ട്. 7 ജനറൽ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ട്, ആള് സംഖ്യവും ഇത് ആളെണ്ണമില്ല. 2018 കാലം ഇവിടെ ഉണ്ടായിരുന്നത് 110 കുടുംബങ്ങൾ, വോട്ടർമാർ 544. നിലവിൽ ശേഷിക്കുന്നത് 48 പട്ടികവർഗ കുടുംബങ്ങളും 7 വയനാടൻ ചെട്ടി കുടുംബങ്ങളും. വോട്ടർമാരുടെ എണ്ണം 135 ചുരുങ്ങുന്ന 2024. പുതുതായി പട്ടികയിൽ ഇടം പിടിച്ചത് 4 വോട്ടർമാർ മാത്രം. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമൊന്നും ചെട്ടിയാലത്തൂരിനെ തൊട്ടിട്ടില്ല. ഒരുപാട് ഇലക്ഷൻ ആൾക്കാർ നല്ലൊരു ആവേശമൊക്കെ ഉണ്ടായി, അതിനുള്ള ആളും ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒന്നാമത് അതിനില്ല, സൗകര്യങ്ങളും ഇല്ല, ആളും ഇല്ല. അതാണ്. വന്യമൃഗശല്യമുണ്ട്. പുനരധിവാസ പദ്ധതി സജീവമായതിനാൽ സർക്കാരിന്റെ മറ്റു പദ്ധതികൾക്ക് പുറത്താണ് ഈ ജനത. പിറന്ന മണ്ണിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ചേക്കേറാൻ മനസ്സില്ലാത്തവരും ഉണ്ട്. ഈ കാട്ടിന്റെ ഏരിയത്തില് നമ്മൾ എല്ലാരും ഗാർഡുമാര്, ഫോറസ്റ്റുകാര്, റേഞ്ചര്, DF അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. നമ്മൾ ഈ കോണവാലുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ ചത്ത് കഴിഞ്ഞാൽ ഇത്ര ഭൂമിയിൽ ഞങ്ങളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കയ്യും വായി കഴുകുന്ന വെള്ളമൊക്കെ നമ്മളെ കുയിലേക്ക് അത്ര ഉള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു പോളിംഗ് ബൂത്ത് ഓർമ്മ മാത്രമാകും. ഈ മണ്ണിൽ നിന്ന് വേരറ്റു പോകാൻ കഴിയാത്തവർ പൊരുതി തുടരും. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. തിരികെ 24 ഇലക്ഷനിലേക്ക്. കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ രസകരമായ കാഴ്ചയാവുകയാണ് പാവനാടകം. നടക്കാവ് സ്വദേശി TN രഘൂത്തമനാണ് സമകാലിക വിഷയങ്ങൾ പാവനാടകത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൂടി നിൽക്കുന്ന നാട്ടുകാർക്കിടയിലേക്ക് കയ്യിലൊരു കുരങ്ങുമായാണ് TN രഘുത്തമന്റെ വരവ്. കുരങ്ങിനു പറയാനുള്ളത് മുഴുവൻ രാഷ്ട്രീയമാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ രസച്ചരട് മുറിയാതെയുള്ള കഥ പറച്ചിലിൽ മുഴുകിയിരിക്കും. ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കും. വെൻട്രിലോക്കിസം എന്നാണ് പാവകളിയുടെ പേര്. നേതാക്കളുടെ പ്രഭാഷണത്തെക്കാൾ കരുത്തുണ്ട് പാവനാടകത്തിന്. ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക കൗതുകമാണ്. കാരണം ഇതെന്താന്ന് പറഞ്ഞിട്ട് നാടകം ആളുകൾ കണ്ടിട്ടുണ്ട്, പാട്ടുകൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനത്തെ കാണുമ്പോൾ ആളുകൾ ഒത്തുകൂടുക, എല്ലാം കൂടി തടിച്ചു കൂടിയിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് സംസാരിക്കുന്നത് സാർ, എങ്ങനെയാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സമകാലിക പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു രസം കൂടിയാണ്. ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വേദികളിലാണ് TN രഘുത്തമന്റെ സാന്നിധ്യം. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്. അഴിവിനൊത്തു പണിയണം, ചെലവിനൊത്തെടുക്കണം, മിച്ചമുള്ളതോ പകുത്തു പങ്കുവയ്ക്കണം. ഞാനുമില്ല നീയുമില്ല നമ്മളാകണം. 24 കോഴിക്കോട്. അപ്പോൾ 24 ഇലക്ഷൻ പൂർത്തിയാവുകയാണ്. മറക്കണ്ട, സർവേ തുടരുന്നുണ്ട്. 8 മണ്ഡലങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെ 8 മണ്ഡലങ്ങൾ പൂർത്തിയായപ്പോൾ 5 ഇടങ്ങളിൽ UDFും 3 ഇടങ്ങളിൽ LDFുമാണ് സർവേ പ്രകാരം ലീഡ് ചെയ്യുന്നത്. ആ നിലയിൽ തുടരുകയാണ്. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് പ്രേക്ഷകർ അല്ലെങ്കിൽ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത് എന്നറിയാൻ 7 മണി വരെ കാത്തിരിക്കുക. 24 ഇലക്ഷൻ അഭിപ്രായ സർവേയുടെ 3ാം ദിനം ഇന്ന് രാത്രി 7 മണി മുതൽ 24-ൽ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു.